ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ വീട്ടിലത്തെ നോമ്പ് തുറവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പലിശച്ചോറൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ എത്തിട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് പണികളൊക്കെ തീർത്തെടുക്കണം. അപ്പോൾ കിച്ചണിലെത്തി ഫസ്റ്റ് തന്നെ ഞാൻ മക്കൾക്കുള്ള കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഓൾക്ക് പത്തണിക്കൊക്കെ ഉച്ചക്കൊക്കെ കഞ്ഞി വേണം. കാരണം ഇന്ന് അംഗൻവാടിയൊന്നും ഇല്ല. അപ്പോൾ അവരെ നമ്മൾ ചോറൊന്നും വെക്കാത്തല്ല. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്ക് ചെറിയൊരു കഞ്ഞിയാണ് ഞാൻ കൊടുക്കൽ. അതാകുമ്പോൾ അവർ കുടിക്കും ചെയ്യും. അപ്പോൾ കിച്ചണിലെത്തിയിട്ട് ഫസ്റ്റ് ജോലി ഇതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയുക, ഓലെ വിശപ്പ് മാറിയാൽ ഓല അങ്ങനെ കളിച്ച് നടക്കും. അപ്പോൾ ഓല നോക്കണ്ടല്ലോ. വിശന്നാലാണ് ഓൾക്ക് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ അരിയൊക്കെ നല്ലോണം കേകി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നമ്മളെ ക്ലീനിങ്ങൊക്കെ നമ്മളെ പച്ചച്ചോറൊക്കെ കഴിച്ചങ്ങാണ്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പോണതിന് മുന്നേ തന്നെ പൊടി വാട്ടി വെച്ചിനി. പത്തിരിക്കുള്ള പൊടിയും അതേപോലെ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കട്ട്ലേറ്റിക്കുള്ള പിന്നെ കിഴങ്ങുണ്ടല്ലോ അതും കുക്കറിൽ വേവിച്ച് വെച്ചങ്ങാണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പൊടിയൊക്കെ ഒന്ന് ചൂടാറും ചെയ്യും, നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന്. അപ്പോൾ രണ്ടാമത്തെ ജോലി ഇതാണ്. പത്തിരി ആയും തന്നെ കുഴച്ചങ്ങാണ്ട് പരത്തിയുടെ വെച്ചാൽ ഒരുപാട് ഭാരം ചുരുങ്ങിയ മാതിരിയാണല്ലോ. കുറച്ച് മതി പത്തിരി, നമ്മൾ ചോറാണ് ഉണ്ടാക്കണം, എന്നാലും ഒന്ന് കാണാനെങ്കിലും കുറച്ച് പത്തിരി വെക്കണമല്ലോ. അങ്ങനെ ആരുമില്ല കേട്ടോ തുറവിക്ക്, ഞങ്ങൾ ഇവിടുത്തെ ഫാമിലി മാത്രമാണ്. അതന്നെ കുറച്ച് ആൾക്കാർക്ക് വേറെ തുറവിയുണ്ട്. അങ്ങനെ ചെറിയൊരു തുറവിയാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാനും ഉപ്പാനെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് വേറെ തുറവുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ അവരങ്ങോട്ടും പോയിക്കണം. അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചങ്ങാണ്ട് ചെറിയൊരു തുറവി. അങ്ങനെ ഞാൻ പത്തിരി പരത്തിനിടയിലും ഇത് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ബ്രെഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ നാളെ ഇങ്ങനെ തുറവിയോ അല്ലെങ്കിൽ നമ്മൾ നാളെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് ഇന്ന് തന്നെ അതിന് ഒരുങ്ങിയാൽ നമ്മളെ പണി ഒരിക്കലും നമ്മൾ വിചാരിച്ച സമയത്ത് പെട്ടെന്ന് തീർക്കാൻ കഴിയൂല കേട്ടോ. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും തലേന്ന് തന്നെ കൊണ്ടുവച്ച് വെച്ചിരിക്കണം. പിന്നെ ചിക്കനും ബീഫൊക്കെ നമുക്ക് രാവിലെ കിട്ടും. 6 മണിൻ്റെ മുന്നേ തന്നെ കിട്ടും. അപ്പോൾ അത് വിഷയമല്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കട തുറക്കുമ്പോഴത്തേനും 9 മണിയാവും. ഈ 9 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഒരുവിധം പണിയൊക്കെ നമ്മളെ വീട്ടിൽ ഒരുക്കി വെക്കാം. അങ്ങനെ പത്തിരിയൊക്കെ സെറ്റായി അതൊക്കെ മാറ്റി വെക്കാം. ഫ്രിഡ്ജിക്കൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെക്കുക. ഒരു 5 മണിയായിട്ട് നമുക്ക് അത് ചുട്ടെടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ തലേന്ന് തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ച് ഇനി നമുക്ക് കട്ട്ലേറ്റ് സമൂസ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ സവാള വേണമല്ലോ. അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്തവിടെ വെച്ചിനി. അപ്പം അടുത്ത ജോലി നമ്മളെ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാനുള്ള ഉള്ളികളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടുങ്ങാണ്ട് ചോപ്പ് ചെയ്തെടുത്ത്. ഇതൊരുപാട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂ എന്നോട് ചോദിച്ചിട്ടോ. പിന്നെ എൻ്റെ വാട്സപ്പിക്ക് മെസ്സേജ് ഇട്ടുങ്ങാണ്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചിരിക്കണം. നമ്മളെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിരിക്കൊന്നും വേണ്ട, പെട്ടെന്ന് പരിപാടി തീർത്ത് തരും നമ്മളെ മെഷീന്. അപ്പോൾ ഉഷാറാണ്, വാങ്ങണോലൊക്കെ വാങ്ങിക്കോളി. ഒരു അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നോമ്പിനാണ് അത് ഭയങ്കര ഉപകാരത്തിൽ പെടുക. അങ്ങനെ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സവാളയൊക്കെ വഴറ്റിയ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. രണ്ടടുപ്പത്തും ഇങ്ങനെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ തേങ്ങ വറുത്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. അതിൻ്റെ ഇടയിൽ നമ്മളെ കൊണ്ട് കഴിയണ പണി നമ്മൾ എടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ തന്നെ കൊണ്ടുപോയി വെച്ചങ്ങാണ്ട് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ തേങ്ങ വറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടല്ലോ അതൊക്കെ ചൂടാറിയിക്കണം. നമ്മളെ കയ്യിലിട്ടുങ്ങാണ്ടൊന്ന് ഉരുളകളാക്കണമെങ്കിൽ അതൊന്ന് ചൂടാറണമല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ ബ്രെഡ് പോക്കറ്റിനുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് മുട്ടയിലൊക്കെ ഒന്ന് മുക്കി, പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുത്തുങ്ങാണ്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ഇതേ പെട്ടെന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ മുട്ടയിൽ മുക്കിയാൽ ബ്രെഡല്ലേ കുതിർന്ന് പോകും. അങ്ങനെ അത് മാറ്റി വെച്ച് അതിൻ്റെ ഇടയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിങ്ങാണ്ട് അതും 2 ബോക്സിലാക്കിങ്ങാണ്ട് അതും മാറ്റി വെച്ച്. ഇതൊന്നും ഫ്രിഡ്ജിക്കല്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെക്കണമൊക്കെ. നമുക്ക് വൈകുന്നേരം പൊരിച്ചെടുത്താൽ മതി. അതേപോലെ സമൂസയും പിന്നെ ഞാൻ ബ്രെഡ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പൊരിച്ചിങ്ങാണ്ടാണ് കേട്ടോ മാറ്റി വെച്ചത്. ഇനി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഷവർമൻ്റെ ഫില്ലിങ് ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ സമൂസ ഉണ്ടാക്കലും ഇങ്ങനെയുള്ള ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ താത്ത വന്നു കേട്ടോ. 9:30 ആയപ്പോൾ താത്ത എത്തിക്കണം. അപ്പോൾ എൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിച്ചും ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെത്തിങ്ങാണ്ട് അതും ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ്. അതേപോലെ ജ്യൂസ് അടിച്ചങ്ങാണ്ട് അതും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ അത് കൂടെ എടുത്തിട്ടോ. അവന് വത്തക്ക നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ അവന് വേണ്ട. അതോ ഇന്ന് നോമ്പുങ്ങളനാ അവന് നല്ലത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവന് വേണ്ട കേട്ടോ. അതിൻ്റെ തൊലിയാണ് കടിച്ച് കാർന്ന് തിന്നണത്. അങ്ങനെ ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിളും ചെത്തിങ്ങാണ്ട് അങ്ങനെ ജ്യൂസും അടിച്ച് വെച്ചാൽ നമുക്ക് കുറേ പണി കഴിയുമല്ലോ. പിന്നെ ഈ കടികളൊക്കെ വൈകുന്നേരം പൊരിച്ചെടുക്കാനും ഉണ്ടാവുള്ളൂ.
അപ്പം തലേന്ന് തന്നെ നല്ല പ്ലാനിങ് വേണം കേട്ടോ. അപ്പോൾ ആ പ്ലാനിങ് ഉണ്ടെങ്കിലേ നമ്മളത് ആ സമയത്തിനൊക്കെ പെട്ടെന്ന് നടക്കുള്ളൂ. അതേപോലെ തുറക്കണ നേരത്തെ ഒരു പടിയും തിരക്കും ഇക്കാരം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ബീഫ് കൊണ്ടുവന്നിന് അതും വരട്ടിങ്ങാണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെടുത്തുകൊണ്ട് അതും മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താട്ടി അറിയോ, ബിരിയാണിക്കുള്ള മസാലയും സെറ്റാക്കി വെച്ചു. പിന്നെ മക്കളുണ്ടല്ലോ അവരൊക്കെ കുളിപ്പിച്ച് അവർക്കുള്ള കഞ്ഞിയൊക്കെ കൊടുത്ത് ഇനി എൻ്റെ കുളിയും കഴിഞ്ഞിട്ട് വേണം അവരെ ഉറക്കാനൊക്കെ. അങ്ങനെ രണ്ടാമത്തവന് വാവുണ്ട് മേലെ 2ാം നില പോയി തുടക്കണുണ്ട്. ഇനി തായ് ഭാഗം എനിക്ക് തുടക്കാനുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും പാടെ കൂടിയാൽ പെട്ടെന്ന് തീരും ചെയ്യും. അങ്ങനെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാൻ മക്കളെയൊക്കെ ഉറക്കി ഞങ്ങളും കുറച്ച് നേരമൊക്കെ കിടന്ന് പിന്നെ ഞങ്ങൾ കിച്ചണിലെത്തിട്ടോ. ഇനി അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ട് അതിൻ്റെ മുകൾക്ക് ഇടാൻ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക്. അതേപോലെ കടികളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനും പത്തിരി ചുട്ടെടുക്കാനും. അങ്ങനെ ബിരിയാണിക്കുള്ള അരിയൊക്കെ തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ട് കേട്ടോ ബിരിയാണി വെക്കണം. അതിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് തീ ഊട്ടിങ്ങാണ്ട് അതവിടെ വെച്ച് കൊടുത്തേക്കണ്. ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും പിന്നെ കാണിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അരിയൊക്കെ ഇട്ട് ഞങ്ങൾ ഊറ്റി വെച്ചു കേട്ടോ, ദമ്മിട്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളെ സമൂസയാണ് കേട്ടോ ഫസ്റ്റ് പൊരിച്ചെടുക്കണത്. കാരണം നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചാൽ അതിൻ്റെ ആ പൊരികളുണ്ടാവുമല്ലോ അതൊക്കെ അടിയിൽ പിടിച്ചും. അപ്പം നമ്മൾ അതിന് തന്നെ നമ്മൾ സമൂസ പൊരിച്ചെടുക്കുക. സമൂസ കഴിഞ്ഞിട്ടാണ് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ട് അതിന് തന്നെ ഞാൻ പൊരിച്ചെടുത്തേക്കണ്. അങ്ങനെ നമ്മളെ അയൽവക്കാരത്തികളൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഓല് എന്താട്ടിക്കണ്, ഓലും വിളിച്ചിക്കണ്. ഇവിടെ അതിന് മാത്രം അയൽവക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ ഓല് ഒരു പണിയില്ല ഇറങ്ങാണ്ട് ഞാൻ പറഞ്ഞത് അത് ഫില്ല് ചെയ്തോളി ഇറങ്ങാണ്ട് ഇത് കൊടുത്തേക്കാണ് ഓൽക്ക്. ഓല് വിളിച്ചിന് എന്തെങ്കിലും പണി ഉണ്ടോ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ പണിയും കഴിഞ്ഞാണ്ട് ഞാൻ കടന്നുറങ്ങാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിന് എല്ലാവരും വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ തീർക്കണം എന്നുള്ളത്. പിന്നെ നാത്തുമാരാണെങ്കിലും മുത്തച്ഛികളാണെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും അല്ലേ നമ്മൾ തമ്മിൽ കൂടുന്നുള്ളൂ. അപ്പോൾ കുറേ വർത്താനം പറയാനൊക്കെ ഉണ്ടാവും. പിന്നെ ഓല് വരുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് തീർത്താൽ നമുക്ക് അതിനും സമയം കിട്ടും. പിന്നെ ഓലോടൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും തുറക്കാൻ കണ്ടുങ്ങാണ്ട് വന്നാൽ മതി, നേരത്തെ തന്നെ ആരും പണിയെടുക്കണം എന്ന് വിചാരിച്ചങ്ങാണ്ട് ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞിനി. ഞങ്ങൾ നോമ്പ് തുറക്കാനാണ് വിളിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനത്തിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിനി. അങ്ങനെ ഈ സമയമായപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിക്കണം കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ചെടുത്തു. ഞങ്ങൾ എല്ലാ സംഭവങ്ങളും ചോറും അതേപോലെ എണ്ണക്കടിയും ഒക്കെ ഞങ്ങൾ ഒപ്പാട്ട വെച്ച് കൊടുക്കുന്നത് ടേബിൾ മേൽ. കാരണം നമ്മൾ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിഞ്ഞാണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുത്തുണ്ടല്ലോ അതിനില്ല, ഒക്കെ ഒറ്റ ട്രിപ്പിനാണ് വെച്ച് കൊടുക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അവനാൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നിസ്കരിക്കാൻ പോകാനൊക്കെ സുഖമാണല്ലോ. അയൽവക്കാർക്കാർക്കൊക്കെ അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നൊന്നും ഇരിക്കണ്ടല്ലോ. അപ്പം വരുന്നവർക്കും എളുപ്പമാണ്, അത് ഞമ്മക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു എന്താ പറയുക എളുപ്പപ്പണിയാണ്. അപ്പം ഇനി ബാങ്ക് കൊടുക്കാൻ നിമിഷങ്ങളുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ സാധനങ്ങളും കടികളൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് പുറത്താണ് കേട്ടോ ടേബിളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാഷാ അല്ലാ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടോ നമ്മളെ വീട്ടിലത്തെ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.